കരൂരിലെ കാഴ്ചകളെല്ലാം ഹൃദയഭേദകമാണ്. ആസൂത്രണത്തിലും സംഘാടനത്തിലും അടക്കം സംഭവിച്ച പിഴവാണ് നിമിഷങ്ങൾക്കകം 39 പേരുടെ ജീവനെടുത്ത ആ വലിയ ദുരന്തത്തിലേക്ക് കരൂരിനെ തള്ളിവിട്ടത്. എന്താണ് കരൂരിൽ സംഭവിച്ചത്? കാര്യങ്ങൾ കൈവിട്ടതോടെ സംഭവ സ്ഥലത്തു നിന്ന് ചെന്നൈയിലേക്ക് പോയ വിജയ് ദുരന്തബാധിതരെ സന്ദർശിക്കാൻ അടുത്ത ദിവസം തന്നെ കരൂരിലേക്ക് എത്തുമെന്നാണ് വിവരം. TVK അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനത്തിലെ മൂന്നാമത്തെ റാലി. നാമക്കല്ലിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് നടൻ കരൂരിലെത്തും വിധം ആസൂത്രണം. സമയക്രമം തെറ്റിയതിൽ തുടങ്ങി സംഘാടന പിഴവ്. ഒപ്പം പ്രതീക്ഷകൾ തെറ്റിച്ച പതിനായിരങ്ങൾ ഒഴുകിയെത്തി. അതോടെ കരൂരിലെ ആവേശം കണ്ണീരിന് വഴിമാറി. കരൂരിൽ TVK അനുമതി വാങ്ങിയത് 10,000 പേർ പങ്കെടുക്കുന്ന പരിപാടിക്ക്. എത്തിയത് 1.5 ലക്ഷത്തോളം പേർ. കരൂർ ബസ് സ്റ്റാൻഡടക്കം 4 സ്ഥലങ്ങൾ വിട്ടു നൽകണമെന്നായിരുന്നു TVKയുടെ ആവശ്യം. ഈ സ്ഥലങ്ങളിലെല്ലാം ജനസാന്ദ്രത കൂടുതലായതിനാൽ അനുമതി നിഷേധിച്ച പോലീസ് കരൂർ ഈറോഡ് പാതയിലെ വേലുച്ചാമിപുരത്ത് റാലി നടത്താൻ അനുമതി നൽകി. രാവിലെ 9 മണി മുതൽ ആളുകൾ വേലുച്ചാമിപുരത്തേക്കെത്തി. ഉച്ചയ്ക്ക് 12 മണിവരെ 10,000-ൽ താഴെ മാത്രം ആളുകൾ. പരിപാടി വൈകുമെന്നറിഞ്ഞതോടെ വിജയെ കാണാൻ സമീപ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഒഴുകി. സ്ഥലം നഷ്ടമാകാതിരിക്കാൻ പലരും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കി കാത്തുനിന്നു. ജനങ്ങൾ മടുത്തു മടങ്ങാതിരിക്കാൻ ഉച്ചത്തിൽ TVK പ്രചാരണ ഗാനങ്ങൾ മുഴങ്ങി. നെഞ്ചിൽ കുടിയിരിക്കും തോഴர்களே, பிறப்புக்கும் எல்லா உயிர்க்கும்னு சொன்ன ஆதியோன் திருவள்ளுவருடைய வழியில നമ്മുടെ തമിഴക വെട്രി കഴകത്തിൻ കൊள்കை தலைவர்களா പറഞ്ഞ സമയത്തിൽ നിന്നും 6 മണിക്കൂർ വൈകി കരൂർ ഫ്ലൈ ഓവറിന് സമീപം വിജയ് എത്തുന്നു. എന്നാൽ തിരക്ക് മൂലം അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള റാലിയുടെ സ്ഥലത്തേക്കെത്താൻ 1 മണിക്കൂർ സമയമെടുത്തു. വിജയുടെ ബസ് പാർക്ക് ചെയ്യുമെന്നറിയിച്ച ഭാഗത്ത് തിരക്കുകൂടി. നടന്റെ വാഹനത്തിന് വഴിയൊരുക്കാൻ ജനക്കൂട്ടം നീങ്ങിത്തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു. വിജയെ അനുഗമിച്ച വാഹനങ്ങൾ കൂടി സ്ഥലത്തേക്ക് കയറ്റിവിട്ടതോടെ താളം തെറ്റി. തിരക്ക് അതിക്രമിച്ചു. മണിക്കൂറുകളായി വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ കാത്തുനിന്നിരുന്ന ആളുകൾ തളർന്നു വീണു. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം വെള്ളത്തിനു വേണ്ടി കരഞ്ഞു നിലവിളിച്ചു. തിരക്ക് കാരണം എത്തിച്ച വെള്ളം പോലും വിതരണം ചെയ്യാൻ സംഘാടകർക്കായില്ല. ഇതിനിടെ വിജയ് ബസ്സിന് മുകളിൽ കയർനിന്ന് പ്രസംഗം തുടങ്ങി. സാഹചര്യം വഷളാകുന്നത് കണ്ടതോടെ വിജയ് തന്നെ ഇടപെട്ടു. വെള്ളക്കുപ്പികൾ എറിഞ്ഞു നൽകി. ഇത് പിടിക്കാൻ പലരും ശ്രമിച്ചതോടെ തിരക്ക് കൂടി. പലരും സമീപത്തെ ജനറേറ്റർ ഷെഡിന് മുകളിലേക്ക് വീണു. ആംബുലൻസിനോ പോലീസിനോ ഫയർഫോഴ്സിനോ സ്ഥലത്തേക്ക് എത്താനായില്ല. അപകട സ്ഥലത്തിന് 100 മീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക് പോലും ആളുകളെ മാറ്റാനായില്ല. ആദ്യ 2 ഘട്ട റാലികളിൽ വലിയ സംഘാടന വീഴ്ച സംഭവിച്ചതിനാൽ 23 നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് TVKക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഗർഭിണികളെയോ കുട്ടികളെയോ റാലിയിൽ പങ്കെടുപ്പിക്കാൻ അനുമതിയില്ല. എന്നാൽ 10,000-ലേറെ വിദ്യാർത്ഥികൾ മാത്രം റാലിയുടെ ഭാഗമാകാനെത്തി. അപകടത്തിൽ മരിച്ചവരിൽ ഗർഭിണികളും കൈക്കുഞ്ഞുങ്ങളും വരെയുണ്ട്. സാഹചര്യം വഷളായതോടെ മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാതെ വിജയ് കരൂർ വിട്ടു. താങ്ങാനാകാത്ത ദുഃഖത്താൽ തകർന്നിരിക്കുകയാണെന്നും പറഞ്ഞറിയിക്കാനാകാത്ത ഹൃദയവേദനയിലാണെന്നും ചെന്നൈയിലെത്തിയതിനു പിന്നാലെ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇന്ന് ദുരന്തബാധിതർക്കുള്ള ധനസഹായവും പ്രഖ്യാപിച്ചു. TVKയുടെ തിരുച്ചിറപ്പള്ളി നാഗപട്ടണം റാലികൾ സംഘാടനത്തിലെ പിഴവും ജനബാഹുല്യവും കൊണ്ട് വലിയ ചർച്ചയായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം TVKക്കും അധ്യക്ഷനുമെന്ന് മദ്രാസ് ഹൈക്കോടതിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് തമിഴ്നാടിന്റെ നെഞ്ചുലച്ച ദുരന്തം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.